മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയുടെ ശരീരത്തിൽ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ മായ ശ്രീകുട്ടിയുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. കാറിൽ മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടായിരുന്നതായി നാട്ടുകാരിൽ ചിലർ പറയുന്നു. അപകടം സംഭവിക്കുന്നതിന്റെ 2 കിലോമീറ്റർ മുൻപ് വെച്ച് ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് ഡ്രൈവർ അജ്മലിന്റെ മൊഴി. അജ്മൽ ഒട്ടേറെ ക്രിമിനൽ കേസിലെ പ്രതിയുമാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമാണ്. ഇയാളുടെ പേരിൽ ചന്ദനക്കടത്ത്, വഞ്ചന കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്, മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെയുണ്ട്. അജ്മലും വനിതാ ഡോക്ടറും മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണസദ്യ കഴിക്കാൻ പോയതായിരുന്നു. ഇവിടെ നിന്ന് കാറിൽ മടങ്ങുന്നതിനിടെയാണ് സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം സ്ത്രീയുടെ ശരീരത്തിലൂടെ കാറ് കയറ്റി ഇറക്കിയത്. താനും ഡോക്ടറും മദ്യപിച്ചിരുന്നതായി അജ്മൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. വൈദ്യ പരിശോധനയിലും ഇക്കാര്യം കണ്ടെത്തി. ഡോക്ടർ ശ്രീകുട്ടി അമിത അളവിലാണ് മദ്യപിച്ചിരുന്നത്. ശ്രീകുട്ടി കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജോലിയിൽ നിന്നും അവർ പുറത്താക്കി. ശ്രീകുട്ടിയും കേസിൽ പ്രതിയാണ്. സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തിയിട്ടും കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് ശ്രീകുട്ടിയാണെന്നാണ് അജ്മലിന്റെ മൊഴി. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വളവ് തിരിഞ്ഞു വന്ന കാറ് സ്കൂട്ടർ യാത്രികരായ സഹോദരിമാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാർ ഇടിച്ചപ്പോൾ തന്നെ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചായിരുന്നെങ്കിൽ, അങ്ങനെ വാഹനം നിർത്തിയിരുന്നെങ്കിൽ നിസാര പരിക്കുകളേറ്റ കുഞ്ഞുമോൾക്ക് ജീവൻ തിരികെ ലഭിക്കുമായിരുന്നു. എന്നാൽ നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി. അമിത വേഗതയിൽ മുന്നോട്ട് പോയ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു. വെട്ടിച്ചു മാറ്റിയപ്പോൾ മതിലിലും മറ്റു 2 വാഹനങ്ങളിലും ഇടിച്ചു. കരുനാഗപ്പള്ളിയിൽ വെച്ച് പോസ്റ്റിലിടിച്ച് വാഹനം നിന്നതോടെ അജ്മലും ശ്രീകുട്ടിയും പുറത്തേക്ക് ഇറങ്ങി ഓടി. അജ്മൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു. ശ്രീകുട്ടി സമീപത്തെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഒളിവിൽ പോയ അജ്മലിനെ പതാരത്ത് നിന്നാണ് പിടികൂടിയത്. ഇടക്കുളങ്ങര സ്വദേശിയായ യുവതിയുടെ പേരിലുള്ളതാണ് കാറ്. ഇതിന്റെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. ശ്രീകുട്ടി ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ വെച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്. തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ അജ്മൽ കൈവശപ്പെടുത്തിയെന്നാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്.